കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എൻ്റെ ഭാഗമായിരിക്കുകയാണ്. ഈ മന്ത്രി ഇപ്പോൾ പറയുന്ന സിസ്റ്റമിക് ഫെയില്യൂറാണ്. സിസ്റ്റമിക് ഫെയില്യൂർ ആണെങ്കിൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? മന്ത്രിയല്ലേ? ഞങ്ങൾ രണ്ടുപേരും മന്ത്രിമാരായിരുന്നവരാണ്. താൻ ഭരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ പരാജയമാണ്. അപ്പോൾ വൈദ്യുതി മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരോഗ്യ വകുപ്പിന് ദിശാബോധം നൽകാനോ ഒരു പാവപ്പെട്ട രോഗികൾ എത്തുന്ന സർക്കാർ ആശുപത്രികളെ നവീകരിക്കാനോ എന്ന് വരെ ഈ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല. വാസ്തവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. ഇപ്പം തന്നെ ഒരാൾ മരിച്ചവിടെ, 2 പേർക്ക് പരിക്ക് പറ്റി. അതും ഈ കെട്ടിടം താഴെ വീണിട്ടാണ്. ഇങ്ങനെ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ, ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ഒരു കെട്ടിടം പൊളിക്കണമെന്ന് ഞങ്ങൾ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു, MLA ആവശ്യപ്പെട്ടു, പൊളിച്ചില്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം അത് ഇടിഞ്ഞു വീണു. ആ രോഗികളെ അവിടുന്ന് മാറ്റിക്കൊണ്ടുപോയി. അപ്പം ഇതൊക്കെ ആരാണ് നോക്കേണ്ടത്? അപ്പം വൈദ്യുതി മേഖലയിലെ പരാജയം പോലെ തന്നെയാണ് ഇന്ന് നമുക്ക് ആരോഗ്യരംഗത്ത് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു നില ഇടിഞ്ഞു വീണ പോലെ ഈ സർക്കാർ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ്. ഈ സർക്കാർ താഴെ വീഴാൻ പോകുന്നതിൻ്റെ ഒരു നിമിത്തമാണ് നമുക്കിപ്പോൾ കോട്ടയത്ത് കണ്ടത്. അതുകൊണ്ട് ആരോഗ്യരംഗത്ത് UDF കൊണ്ടുവന്ന എല്ലാ പദ്ധതികളും വേണ്ടെന്ന് വെക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കേണ്ട വൈദ്യസഹായം ലഭ്യമാക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ മന്ത്രി ഇനി അധികാരത്തിൽ തുടർന്നിട്ടൊരു അർത്ഥവുമില്ല. അവർ രാജിവെച്ച് പോവുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.